ഹലോ. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്. ആദ്യം നിന്നെ കണ്ടപ്പോൾ ഭയങ്കര അഹങ്കാരം ജാടയെന്നാ വിചാരിച്ച്. എൻ്റെ അന്നത്തെ കുറ്റങ്ങൾ എന്താണെന്നോ, ഷോൾ ഇല്ലാത്ത ഡ്രസ്സ് ഇടുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, സ്ലീവ്ലെസ് ഇടുന്നു, ആമ്പിള്ളേരുടെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇടപെടുന്നു, സംസാരിക്കുന്നു, പല കാര്യത്തിനും മുഖത്ത് നോക്കി പറ്റില്ല നോ എന്നൊക്കെ പറയുന്നു, തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കൂടെ നിന്നേ സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം എന്നൊക്കെ പ്രസംഗിച്ച ചിലരൊക്കെ ഒന്ന് തിരിയുമ്പോൾ അഹങ്കാരി, ജാട, പോക്ക് കേസ് എന്നൊക്കെയായിരുന്നു വിശേഷണം. ഇങ്ങനെ വിശേഷിപ്പിച്ച ചില പ്രോഗ്രസീവ് ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയന്മാരെ, അനിയത്തിമാരെ, പിന്നെ കുറച്ച് പെർഫെക്റ്റ് ടീച്ചേഴ്സിനെ ഒക്കെ ഞാൻ ഈ നിമിഷം സ്മരിക്കുവാണ്. ഇനി കുടുംബത്തോട്ട് വന്നാലോ, കയ്യിലിരിപ്പും നാവിന്ന് വരുന്നതും ഒക്കെ വളരെ മോശമാണെങ്കിലും എൻ്റെ പൊന്നു ഭഗവാനെ, എന്നെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും നല്ലതുപോലെ കാത്തോളണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തിന് നിരക്കാത്ത പരിപാടികൾ മാത്രം ചെയ്യുന്ന ചില ദൈവവിശ്വാസികളായ നല്ല ബന്ധുക്കൾ എൻ്റെ മേലിൽ ആരോപിച്ച കുറ്റം വളർത്തുദോഷം. ഈ പറഞ്ഞ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ചിലർ പല കാലങ്ങളായി പല കഥകളാണ് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഇപ്പൊ എവിടെയാണോ എന്തോ, എന്താണോ എന്തോ എനിക്കറിയില്ല, അറിയണ്ട. ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ഇവരോട് ആരോടും എനിക്ക് ഒരു പരാതിയോ പരിഭവോ ദേഷ്യമോ ഒന്നും ഇല്ലാന്നേ. ഇതൊക്കെ ഇപ്പൊ ഒരു ലൈഫ് ലെസൺസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സി, നമ്മളെ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മളായിട്ട് വേണ്ടാന്ന് വെക്കുന്ന ചില റിലേഷൻസ് അല്ലേ, അത് ലൈഫിലെ നഷ്ടങ്ങളല്ല. എല്ലാ ഹാർട്ട് ബ്രേക്സും ഒന്നിന്റെ അവസാനമല്ല. മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില സമയങ്ങളിലെ അത് പെർമനന്റ് അല്ല. ഈ പറഞ്ഞതെല്ലാമേ ഡയറക്ഷൻസ് ആണ്. നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളുടെ അടുത്തേക്കുള്ള ഡയറക്ഷൻ, നമുക്ക് സേഫ് ഫീൽ തരുന്ന ഫ്രണ്ട്ഷിപ്സിലേക്കുള്ള ഡയറക്ഷൻ, ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്കുള്ള ഡയറക്ഷൻ, കൂടുതൽ സ്ട്രോങ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും മനസമാധാനമായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളിലേക്ക് തന്നെയുള്ള ഡയറക്ഷൻ. എനിക്ക് സ്റ്റിൽ അറിയില്ല ലൈഫിൽ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടാണോ ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, മനഃപൂർവ്വമായിട്ട് ഞാൻ ഒരിക്കലും ചുറ്റുമുള്ള ഒരാളെയും എൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നോവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. ഇനി ഇൻ കേസ് അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ സിൻസിയർ അപ്പോളജീസ്. നമ്മൾ കൈൻഡ് ആയിരിക്കുന്നിടത്തോളം, നമ്മൾ ഓണസ്റ്റ് ആയിരിക്കുന്നിടത്തോളം, നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം ലെറ്റ് ദം ജഡ്ജ്. നോ, അവരെന്ത് വേണോ ജഡ്ജ് ചെയ്തോട്ടെ. ലിവ് അവർ ലൈഫ്. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, യാത്രകൾ പോവുക, പൊട്ടി പൊട്ടി ഉറക്കി ചിരിക്കുക, റീസ്റ്റാർട്ട് ചെയ്യുക. ചൂസ് യുവർ സെൽഫ്. നമ്മളായിട്ടിരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ റെവല്യൂഷൻ. അതിനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ.